അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു തേങ്ങ അരച്ച ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഒരു തേങ്ങയുടെ പകുതി, കുറച്ച് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക്, ഒരു 1/4 ടീസ്പൂണൊക്കെ കുരുമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ചട്ടിയിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടുകൊടുത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിലർ മീൻ കറിയിൽ ഉലുവയും കടുകും ഇടും. അങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് മൂത്ത് വരുമ്പോഴാണ് ഒരു തക്കാളി മുറിച്ചിട്ട് അതും ചേർത്ത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഇപ്പം ട്രൈ ചെയ്ത് നോക്കണേ. മുറിച്ച് വെച്ച് തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. വാടി വരണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് കുറച്ച് ചാറ് കഴുകിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ള സൂപ്പർ കറിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് സമയത്തിൻ്റെ ഗ്യാസ് തീർന്നപ്പോൾ ഞാൻ നേരെ അടുപ്പിലോട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാൻ കഴുകി വെച്ച ഉപ്പും മഞ്ഞളും സുർക്കയൊക്കെ കൂട്ടിയിട്ട് കഴുകി വെച്ച ചെമ്മീനാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അടുപ്പിലാവുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത്. ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ, അതുകൊണ്ടാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. മീൻ ഇട്ടതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് മുറിക്കാതെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ബീഫ് കറിയിലും മീനൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും, പച്ചമുളക് മുറിക്കാതെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് നമ്മൾ ഇറക്കാൻ സമയത്ത് ഇട്ടു. ചോറ് ഇടുക. അപ്പം ഞാൻ പോയി ചോറ് തിന്നട്ടെ. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.